വികാരിയച്ഛന്റെ അധികാരിയെ അനുസരിക്കുന്നില്ല എന്ന് വിചാരിക്കുക. എന്നിട്ട് പിന്നെ വികാരിയച്ഛൻ ജനത്തോട് പറയുകയാണ് അനുസരിക്കുമോ? പാടാ. അതായത് നമ്മൾ ഒരു വിധത്തിൽ ഒരു വശത്ത് നമ്മൾ അനുസരണം പറയുമ്പോൾ, നമ്മൾ അനുസരിക്കണമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ, ഇപ്പുറത്ത് നമ്മൾ അനുസരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കൂടെ അനുസരിക്കണമെന്ന് പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അതോ നമ്മളെ മാത്രം അനുസരിച്ചാൽ മതി എന്നാണോ പറയുന്നത്? എവിടെങ്കിലും ഡിസൊബീഡിയൻസ്, അനുസരണക്കേടുണ്ടെങ്കിൽ അത് പിന്നെ എല്ലാ മേഖലയിലേക്ക് വ്യാപിക്കും. അതുകൊണ്ട് അനുസരണം എന്ന പുണ്യത്തെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ വീട്ടകങ്ങളിൽ തുടങ്ങണം അനുസരിക്കുക. എന്തിനനുസരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് എന്നിട്ട് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ദൈവവിശ്വാസത്താലേ അനുസരിക്കുക. ദൈവം ശക്തനാണെന്നുള്ള ഉറപ്പിൽ അനുസരിക്കുക. അപ്പൊ ഇത് പ്രത്യേകം ഓർത്തേക്കണേ. നമ്മുടെ ചിന്ത ഇന്ന് എന്തായിരുന്നു? മറിയം അനുസരണത്തിന്റെ ആൾ രൂപമാണ്.